السلام عليكم. سيد محي الدين عبد القادر الجيلاني قدس الله سره وإلى حضرة شيخنا وسندنا سيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا وسندنا سلطان خواجة معين الدين الجستي الأجميري قدس الله سره العزيز وإلى حضرة شيخنا وسندنا سلطان ساو الأمير الناوري قدس الله سره العزيز وإلى حضرة شيخنا وسندنا سيد الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദു. പ്രിയരായ സഹോദരന്മാരെ, ഈ മഹത്തായ മക്കാമിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. മഹാനായ ഷരീഫി സാലിഹി റോസൻ നിറൂനി ആബിദി എന്നാണ് മൂപ്പരുടെ പേര്. പക്ഷെ പട്ടാണിത്തങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. 817 കൊല്ലം കാലം പഴക്കമുള്ള ഒരു മക്ബറയാണ്. ഹജ്ജിനായി പരിശുദ്ധമായ ഹജ്ജിനായി കൊണ്ട് ഫാമിലി അടക്കം പരിശുദ്ധമായ മക്കയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവരുടെ വഫാത്തായിട്ടുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് കറാമത്തുകളും അത്ഭുതങ്ങളും ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. അനവധി രോഗങ്ങൾ ഉള്ളവർ ഇവിടെ വന്നുകൊണ്ട് സിയാർത്ത് ചെയ്യുന്നതിൻ്റെ ഫലമായിക്കൊണ്ട് ശിഫയായിട്ടുണ്ട്. മാത്രമല്ല മറ്റു രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാനസികമായും ശാരീരികം വൈശാചികമായുള്ള അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് വരുന്ന സ്ത്രീ പുരുഷന്മാർ ഇവിടെ വന്ന് ഇളകി നെലിയും വിളിയും കൂടി കരഞ്ഞു പറയാറുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഭേദമായിക്കൊണ്ട് അവർ തിരിച്ചു പോകാറ് പതിവായിരുന്നു. ഇന്നും എന്നും നിലകൊള്ളുന്ന ഈ ഒരു മഹത്തായ ഒരു മക്ബറയാണിത്. മലിക്കുൽ ജബ്ബാറായ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാമാക്കളായ അള്ളാഹുവിൻ്റെ വലിയാക്കന്മാരിൽ ഈ കേരളത്തിൽ എന്ന് വേണ്ട കേരളത്തിൻ്റെ പുറത്തും ആയിരക്കണക്കായ മഹാമാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഈ വഴിയിൽ കൂടി വരുന്ന കാലഘട്ടം മനുഷ്യവാസം ഇവിടെ കുറവായിരുന്നു. പരിശുദ്ധമായ ഹജ്ജിനായിക്കൊണ്ട് കാൽനടയായിക്കൊണ്ട് പോയവരാണിവർ. വന്ന് ഇവരുടെ ഫാമിലി അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. വഴിയിൽ വെച്ച് അദ്ദേഹം വഫാത്താവുകയും ആ സമയത്ത് അദ്ദേഹത്തിൽ നിന്നൊരു വിളിയാളമുണ്ടായി എന്നാണ്. പ്രിയരായ എൻ്റെ സഹോദരന്മാരെ, ഞാൻ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നൊരു അശരീരി ശബ്ദം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ വെച്ച് വഫാത്താവുകയും ഇവിടെ ഖബറടക്കുകയും ചെയ്തത്. മാത്രമല്ല ഇന്നും പലവരും പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. രാത്രി 10-11 മണിയായി കഴിഞ്ഞാൽ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ സിയാറത്തിനായി വന്നുകൊണ്ടിരിക്കുന്നു. തിരൂർ, പരപ്പനങ്ങാടി, കോഴിക്കോട്, താനൂർ ഭാഗം, പാലക്കാട് ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ എത്തിച്ചേർന്നു. അങ്ങനെ മഹത്തായ ഒരു സ്ഥലമാണിത്. 960 വർഷം കാലം പഴക്കമുള്ള ഒരു മഹത്തായ പള്ളിയാണ്. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു മാലിക് ദീനാറും റളിയല്ലാഹു അൻഹും 12 സഹാബാക്കളും പരിശുദ്ധമായ കൊടുങ്ങല്ലൂരിൽ വരികയും അവിടെ ഒരു പള്ളി ഹിജ്റ 5-ാം വർഷത്തിൽ അവർ വന്ന് പള്ളി നിർമ്മിക്കുകയും ഹിജ്റ 5-ാം വർഷത്തിൽ അവർ വിശുദ്ധമായ കൊടുങ്ങല്ലൂരിൽ എത്തുകയും ഹിജ്റ 6-ാം വർഷത്തിലാണ് കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിച്ചത്. അവിടെ തുടർന്നുകൊണ്ട് ഓരോ പള്ളികളും നിർമ്മിച്ചുകൊണ്ടിരിക്കെ ആ കൂട്ടത്തിൽ ഈ കാനരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു പള്ളി അവർ നിർമ്മിച്ചു. പറയുകയാണെങ്കിൽ 900 വർഷം പഴക്കമുള്ള പള്ളിയുമാണ്. ഇവിടെ അനവധി കറാമത്തുകളും അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട്. മഹാനായ സയ്യിദ് മമ്പുറം സയ്യിദ് കോയ നവറുല്ലാഹു മർക്ക മഹാനവറുകളുടെ പേരക്കുട്ടി ഈ സ്ഥലം സന്ദർശിച്ചവരാണ്. അനവധി ഔലിയാക്കന്മാരും സദാത്യങ്ങളും ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട പൊന്നാണി മഖ്ദൂം കുടുംബത്തിൽപ്പെട്ട അവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഖാദി സ്ഥാനം വഹിച്ചിരുന്നതും അവരുടെ ഖുത്ബ നടത്തിയിരുന്നതും ദർസ് നടത്തിയിരുന്നതും ഒക്കെ അവരായിരുന്നു. അവരുടെ കാലശേഷമാണ് പിന്നീട്
മഹത്തുക്കളായ ആളുകൾ ഇവിടെ വന്ന് പരമ്പരയായിക്കൊണ്ട് പോകുന്നത്. ഈ മക്ബറയെ സംബന്ധിച്ച് അനവധി അത്ഭുതങ്ങൾ കണ്ടതും മാത്രമല്ല, പലവർക്കും നേരിൽ കണ്ട അനുഭവങ്ങളും പലതും ഇവിടെയുണ്ട്. പറയുകയാണെങ്കിൽ അവസാനിക്കാത്ത കറാമത്തുകൾ ഇവിടെ കിടക്കുന്ന മഹാമാക്കളായ ഔലിയാക്കന്മാരിൽ പെട്ടതാണ് ഉണ്ട്. ഇത് നമ്മളെ ഉറൂസ് എന്നാ നടക്കല്? ഇത് മകരം 26-ാം തീയതി. മകരം 26-ാം തീയതി. അന്ന് ഫെബ്രുവരി 8 അല്ലെങ്കിൽ 9 ആയിരിക്കും. നമ്മളെ മാസം വരുന്ന അറബി മാസം വരുന്ന അറബി മാസം അന്നത്തെ മാസം മിക്കവാറും 17-നായിരിക്കും. 17. പിന്നെ മാസത്തിൽ സലാത്തൊക്കെ നടക്കലുണ്ട് ഇവിടെ? സലാത്ത് നടത്തിക്കൊണ്ട് മജ്ലിസിനൂർ നടക്കുന്നുണ്ട്. നമ്മളെ കാര്യപ്പെട്ട ഉസ്താദന്മാരോ സയ്യിദന്മാരോ ആരെങ്കിലും പലവരും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിവിൽ ആരെങ്കിലും വന്ന് ആരെയും വന്നിട്ടുണ്ടോ? ആരൊക്കെ? ഞാനിവിടെ എൻ്റെ അറിവിൽ വന്നതാണ് മഹാനായ കുത്തുബുസ്സമാൻ്റെ പേരെ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. മഹാനായ കെ എസ് മൊയ്ലിയർ ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അതുപോലെ മുൻകഴിഞ്ഞു പോയ ആനക്കര ഉസ്താദ്, അങ്ങനെ പലവരും ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ചു. സി എം വലിയുള്ള വന്നതായ അറിവ് എനിക്കില്ല. പക്ഷേ സി എം വലിയുള്ളാനെ ഞാൻ 5-6 പ്രാവശ്യം കണ്ട ആളാണ്. മഹാനായ കക്കടിപ്പുറ ഉസ്താദിനെയും ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട്. മഹാനായ അന്തൂർപ്പാപ്പ ഇവിടെ വന്നിട്ടുണ്ട്. മഹാനായ നമ്മുടെ കുറ്റനാട് KV ഉസ്താദ് ഇവിടെ വന്നവരാണ്. അങ്ങനെ അനവധി മഹാമാക്കർ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ന് വരവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് മുഫ്തി ഉസ്താദ് അൻവറുല്ലാഹു വർക്കത മഹാനവറുകളുടെ ഉപ്പയും ഉമ്മയും 13 സഹോദരങ്ങളും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. നല്ല പഴക്കമുള്ള മക്കാമാണ്. പഴക്കമുള്ള മക്കാമാണ്. പിന്നെ ഉസ്താദ് ഇവിടെ സിയാറത്ത് ചെയ്തിട്ട് ആളുകൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും വസിയത്ത് ചെയ്തിട്ട് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും രോഗം മാറി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഏതെങ്കിലും അറിയുങ്ങൾ കുറേ കാലം ഇവിടെ ഉള്ള ആളല്ലേ? ഇവിടെ രാത്രി സമയത്ത് പല ഭാഗത്തുനിന്നും സ്ത്രീകളും അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ ഉപ്പ സഹോദരങ്ങളും വാപ്പ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഭർത്താവ് സഹോദരങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് നിലയും വിളിയും കൂടി ഇളകി പറഞ്ഞിട്ടുണ്ട്. ഇളകി പറഞ്ഞ് ഇവിടെ ദുആ ചെയ്തതിൻ്റെ ഫലമായിക്കൊണ്ട് അതെല്ലാം സുഖമായിക്കൊണ്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതൊക്കെ മൂപ്പർക്കും അനുഭവമുണ്ട് ഇല്ലേ? മൂപ്പർക്കും അനുഭവത്തെ ഇതിനാണ് ഇവിടുത്തെ. അങ്ങനെ പല അത്ഭുതങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അസുഖം ബാധിച്ചു വന്നവരുടെ അസുഖങ്ങൾ മാറിക്കൊണ്ടിരുന്നു. എല്ലാ ജാതി ഭേദമായി എല്ലാവരും വരും ഇവിടെ. അവരാണ് കൂടുതൽ ഇവിടെ വരാറ്. നമ്മൾ സുന്നി ആശയപരമായിട്ടുള്ളൂ അത്രേ ഉള്ളൂ. വേറെ ഈ മക്ബറെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ നമ്മളിപ്പോൾ ഇവിടേക്ക് ആളുകൾ വരികയാണെങ്കിൽ ഇപ്പം ട്രെയിനിനോ അല്ല ട്രെയിനിന് വരികയാണെങ്കിൽ മുള്ളൂർക്കരയിൽ ഇറങ്ങണം. അല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് മാർഗം മുള്ളൂർക്കര വന്ന് ഇറങ്ങിയിട്ട് വരവൂർ വരുന്ന ബസ്സിലോ അല്ലെങ്കിൽ വരവൂർ വരുന്ന ഓട്ടോറിക്ഷ എടുത്തിട്ടോ കാർ എടുത്തിട്ടോ വന്നിട്ട് കാഞ്ഞിരശ്ശേരി പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 60 മഹല്ല് നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. 60 മഹല്ല് നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. കോക്കൂര്, കാരക്കാട്, പട്ടാമ്പി ഭാഗത്തു നിന്നൊക്കെ മയ്യത്തോട് വന്നിട്ടുണ്ട്. നമ്മള് രാത്രി 10 മണി വരെ ഉണ്ടാവുമല്ലേ? 10 മണിയൊന്നുമില്ല, ചിലപ്പോ സുബൈന്റെ സമയത്തൊക്കെ ആൾക്കാർ പോകും. ഒക്കെ ഇവിടെ വന്നൊക്കെ എടുക്കുക. ആളുടെ തീർച്ചയായിട്ടും സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അല്ല ഭക്ഷണം ചീനൊക്കെ ആയിട്ട് നമ്മളിപ്പോ മാസം സ്ഥലത്തുണ്ടാകുമ്പോൾ ചീനി എന്തെങ്കിലും കൊടുക്കലുണ്ട്. ഇനിയിപ്പോ കൊല്ലത്തിൽ വരുന്ന പടത്തായോ? അപ്പൊ ഇനി ഉറൂസായോ? ഉറൂസ് മകരത്തിൽ വരുന്നു. മകരത്തിൽ വരും അല്ലേ? അത് വലിയ പരിപാടി നടത്തും. നമ്മൾ വലിയ പരിപാടി 10, 25, 30 ആൾക്ക് ആരെയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി നടത്തും അല്ലേ? പിന്നെ കൂടുതലും ഇവിടെ പാവങ്ങളാണ്. നമ്മളെ മഹല്ലത്തിന്റെ ഒരു നടത്തിപ്പും ഇതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പുരോഗതിയിലേക്ക്. പഴയ മഹല്ലാണ്. പിന്നെ പഴയ കാലത്ത് വണ്ടം ദർസുകൾ നടന്ന ആളാണ്. ഇപ്പൊ ഇപ്പൊ കുറവാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത് ആരംഭിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട്. ഇത് ഈ കല്ലുമയിലാണത്. ഇത് പേർഷ്യൻ ലിബിയ. ഇതിലാണ് മൂപ്പരെ പേര് സേർ നഖിയ സാലി റോഷൻ ദർവനി ആബിദി. പേർഷ്യൻ ഭാഷയാണ്. അതാണ് മൂപ്പരുടെ പേരതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് യൽദ് വലം യൂലദ് വലം യകുൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് യൽദ് വലം യൂലദ് വലം യകുൽ lahu kufuwan. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അല്ലാഹുസ് സമദ്
لم يلد ولم يولد ولم يكن له. بسم الله الرحمن الرحيم. الفلق من شر ما خلق ومن شر غاسق إذا وقب شر النفاثات في العقد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس وسواس الخناس الذي يوسوس في صدور الناس. آمين. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنال بالمقد وتنفرج بالقرب وتقلى به اللوائج وتنال به الروائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بيد كل معلوم لك. اللهم وصل بلغ ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه على نبيك الكريم. هذه هدية واصلة ورحمة نازلة وبركة ساملة مقبولة ومرضية منا إلى حضرة نبينا ومولانا محمد صلى الله عليه وسلم إلى حضرات آله وأهل بيته وذرياته أجمعين وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين رضوان الله تعالى على